ഇന്ന് ബറാത്തായതുകൊണ്ട് നല്ലൊരു ദിവസമായതുകൊണ്ട് എവിടെ പോയി കഴിഞ്ഞാൽ നല്ല പായസം, പിന്നെ നല്ല ചായ കടി, പിന്നെ നല്ല നാസ്ത എന്ന് പറയുന്നത് നമ്മളെ ഡിന്നർ. അപ്പോൾ നല്ല പാലട പായസമുണ്ട്, പാലടയും സാമയും, അതുപോലെ നല്ല എന്താ പറയണ്ടേ അരിപ്പായസമാണ് ഗൈസ്. നല്ല പഴംപൊരിയും ഇറച്ചിപ്പത്തിലും. ഈ പഴംപൊരി എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മളെന്ത് പരിപാടിക്കും മുന്നിലുള്ള ഒരു പിയാപ്പിളയാണ് ഈ പഴംപൊരി. ഇത് ഏത് പരിപാടിക്കും എവിടെ പോയാലും ഈ പഴംപൊരി ഇല്ലാത്തൊരു പരിപാടിയില്ല നമ്മളെ മലയാളികൾക്ക്. എന്ത് പരിപാടിക്കും ഇത് ഈ സാധനം പിയാപ്പിളിനെ പോലെ പുതിയ ചെക്കനെ പോലെ എപ്പോഴും ഉണ്ടാവും. പിയാപ്പിളയായിട്ട് മുന്നിൽ തന്നെ നല്ല പുതിയ ചെക്കനെ പോലെ. അതുപോലെ പിന്നെ ഇറച്ചിപ്പത്തൽ, ഇത് പിന്നെ വേറൊരു നൊസ്റ്റാൾജി ഗൈസ്. ഇത് നമ്മളെ വേറൊരു നൊസ്റ്റാൾജി. ഇത് നമ്മളെ നോമ്പിനകത്ത് അധികം കാണാം. ഇപ്പം മെയിൻ ബറാത്ത് പിന്നെ നോമ്പ് ഇതെല്ലാം വരുമ്പോൾ അധികം ഉണ്ടാകുന്ന സാധനമാണ് ഈ രണ്ട് സാധനം. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇതെല്ലാം എപ്പം കാണുന്നില്ലേ, പക്ഷെ എപ്പം കാണുന്നതിന് വേറെ തന്നെ ഒരു ബിരിയാണി എന്ന് പറയുന്ന പോലെ ഈ പഴംപൊരിയും ഇറച്ചിപ്പത്തലും വേറൊരു നൊസ്റ്റാൾജിയാണ് ഗൈസ്. ബറാത്തിന് പ്രത്യേകം. പിന്നെ അതേപോലെ നമ്മളെ ഈ ചായ, ഇത് വേറൊരു നൊസ്റ്റാൾജി. അപ്പോൾ നമ്മൾ ഈ നോമ്പിനും പിന്നെ ബറാത്ത് നല്ല വിശേഷങ്ങളുള്ള ദിവസങ്ങളല്ലാണ്ടും വിരുന്നുകാർ വന്നാൽ നമ്മൾ അധികം ഉണ്ടാക്കുന്ന സാധനമാണ് ഈ രണ്ട് സാധനങ്ങൾ ഗൈസ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ രാത്രി ഡിന്നറുണ്ട്, അത് വേറൊരു നൊസ്റ്റാൾജി. അപ്പം ഇതെല്ലാമാണ് നമ്മളെ എന്താ പറയണ്ടേ മലയാളികളുടെ ഫുഡി ആയിട്ടുള്ള ആൾക്കാർ ഇഷ്ടപ്പെടുന്ന സാധനങ്ങളാണ് ഈ സാധനം. ഇനി നമ്മൾ ഡിന്നറിലേക്ക് കടക്കുകയാണ്. നല്ല ചിക്കൻ ബിരിയാണി, നല്ല ബീഫ് ബരട്ടി അടിച്ചത് ഗായ്സ്, നല്ല ബീഫ് ബരട്ടിയതുണ്ട്. പിന്നെ നമ്മൾ നല്ല നാരങ്ങ അച്ചാർ, നല്ല സ്പെഷ്യൽ നാരങ്ങ അച്ചാറുണ്ട് വീട്ടിൽ നമ്മിട്ടത്. ഇതാണ് നമ്മളെ ഡിന്നർ. തണ്ണിമത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബത്തക്ക. മലയാളത്തിൽ തണ്ണിമത്തൻ എന്ന് പറയുന്ന പല ആൾക്കാരും പല ഇതിലും പറയും, പക്ഷേ ഇതാണ് നമ്മളെ ബത്തക്ക. നമ്മളെ തലശ്ശേരിക്കാർ പറയുന്നത് മത്തക്ക എന്നാണ്, കണ്ണൂർ തലശ്ശേരി. പിന്നെ മറ്റുള്ള അങ്ങോട്ടെല്ലാം തണ്ണിമത്തൻ എന്നാണ് പറയുക സാധനത്തിന്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഭക്ഷണം ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഈ സാധനം കഴിച്ചാണ്ടല്ലോ ഗായ്സ്, പോവാതെ ബിരിയാണി അങ്ങ് പോയി പോകും. അതാണ് ഇതിൻ്റെ പ്രത്യേകത, ഈ ബത്തക്കൻ്റെ പ്രത്യേകത ഗായ്സ്. അപ്പോൾ നമ്മളെ ഡിന്നർ എങ്ങനെ ആരംഭിച്ചു, അങ്ങനെ ഒരു ഡിന്നറും കഴിഞ്ഞു. നാളത്തെ നോമ്പ് കിടക്കുകയാണ്. ആ നോമ്പ് കൊടുത്ത് വൈകുന്നേരത്തെ വീണ്ടും നമ്മൾ ചായയും കടിയിലേക്കും കൂടി നമ്മൾ ഇറങ്ങിച്ചെല്ലാണ് ഗായ്സ്. നോമ്പിൻ്റെ ഒരു തുടക്കമാണ്.